പ്രൈസ് ദി ലോർഡ്. ജീവി ടോക്സിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് കടന്നു വരുവാൻ നമുക്ക് അവസരങ്ങളെ ഒരുക്കുന്നു. ഒത്തിരി സന്തോഷത്തോടെ ഈ ശബ്ദം കേൾക്കുന്ന സകലരെയും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. എൻ്റെ ഇടത്തും വലത്തും രണ്ടുപേരുണ്ട്. എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന് തോന്നുന്നു. ഇടത്തും വലത്തും എന്നേക്കാൾ ബലിഷ്ഠമായ കരങ്ങളോടുകൂടെ രണ്ടുപേരുണ്ട്. രണ്ടുപേരെ ഇന്നലെ പരിചയപ്പെടുത്തിയതാണ്, അതുകൊണ്ട് വീണ്ടും പരിചയപ്പെടുത്തുന്നില്ല. ഇടതുവശത്തൊരു സൈക്കോളജിസ്റ്റും വലത്തുവശത്തൊരു IT മേഖലയിലെ എക്സ്പേർട്ടും. ഒരു മേഖലയിലെ എക്സ്പേർട്ടില്ലാത്തൊരു ഉപദേശിയായി ഞാൻ നടക്കും. ഇതാണ് ഇന്നത്തെ കോമ്പോസിഷൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അഡ്ലൈഡിൽ നിന്നാണ് ഇന്നും ജോയിൻ ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ സംസാരിച്ച് നിർത്തിയ ചിന്തയെന്ന് പറയുന്നത് സാന്ദർഭികമായിട്ട് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ച്, തെറ്റിദ്ധാരണകളെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ മിസ്കമ്മ്യൂണിക്കേഷൻ. അതിനെന്തോ മലയാളം മിസ്കമ്മ്യൂണിക്കേഷന്? തെറ്റായ സംസാരം എന്ന് പറയാൻ പറ്റത്തില്ല. മനസ്സിലായില്ല എന്തോ ഉദ്ദേശിച്ചതെന്ന്. മിസ്കമ്മ്യൂണിക്കേഷൻ. ചിലപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് അത് ടൈപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും. മിസ്കമ്മ്യൂണിക്കേഷൻ്റെ മലയാളം അറിയാവുന്നൊരു താഴെ ടൈപ്പ് ചെയ്യുക. കമൻറ്റ് രണ്ടെണ്ണം. അതാണ് അതിൻ്റെ കാര്യം. ഓക്കെ, മിസ്കമ്മ്യൂണിക്കേഷനെ കുറിച്ച് സംസാരിക്കാമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഇന്നലെ നമ്മൾ സംസാരിച്ച് വന്നതിൻ്റെ കൂട്ടത്തിൽ വളരെ സാന്ദർഭികമായിട്ട് വന്നൊരു ചിന്തയാണ് മിസ്കമ്മ്യൂണിക്കേഷൻ. അത് മിസ്കമ്മ്യൂണിക്കേഷനെ കുറിച്ച് സംസാരിക്കുക എന്നൊരു ചിന്തയൊന്നുമല്ല. ഇന്നലെ നമ്മുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സിനെ കുറിച്ചുള്ള എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് കോണ്ടാക്ട് ചെയ്തു. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഓർക്കുമായിരുന്നു, ഞാൻ ഈ യൂട്യൂബ് സ്ട്രീമിങ്ങിലൊക്കെ പുതിയതാണ്, അധികം നാളൊന്നും പരിചയമില്ല. നമ്മുടെ വീഡിയോസ് ഒന്നും ഒത്തിരി പേരൊന്നും കാണാറൊന്നുമില്ല, തുടങ്ങിയതേ ഉള്ളൂ. പക്ഷേ ഈ കാണുന്നവരുടെ കൂട്ടത്തിൽ കുറഞ്ഞ ഒരു 10-20 പേരെങ്കിലും ഒരു ദിവസം എന്ത് ചെയ്യും, അവരുടെ അഭിപ്രായങ്ങൾ, അവരെ സ്പർശിച്ച കാര്യങ്ങൾ, ഇത് ഭയങ്കര ഒരു എനർജിയാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകൾക്കൊക്കെ ഒത്തിരി, കാരണം ഇങ്ങനൊരു എല്ലാ ദിവസവും തുടർച്ചയായിട്ട് ഇങ്ങനെ തയ്യാറായി വരുമ്പോൾ അതിൻ്റെതായ ശ്രമകരമായ ദൗത്യമാണ്, എളുപ്പമുള്ള കാര്യമല്ല. ഈ പറഞ്ഞ പോലെ ഇന്നലെ നമ്മൾ പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല, മാനേജർ തൊട്ട് ഡ്രൈവർ വരെ ഞാൻ തന്നെയായിട്ട് ഇങ്ങനെ, മാനേജർ തൊട്ട് ലൈറ്റ് ബോയ് വരെ മാനേജർ തൊട്ട് ലൈറ്റ് ബോയ് വരെ നമ്മളൊക്കെ ആയതുകൊണ്ട് ഒത്തിരി ശ്രമകരമായ കാര്യങ്ങളുണ്ട്. എന്നാൽ ഇത് ഒരാളിലേക്ക് ചെല്ലുമ്പോൾ, ഒരാൾക്കത് ഗുണമായെന്ന് കേൾക്കുമ്പോൾ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ്, ഭയങ്കര സന്തോഷം. അങ്ങനെ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഏതറ്റം വരെ പോയും ചെയ്യാൻ ഞങ്ങൾ ദൈവമക്കൾ, ദൈവദാസന്മാർ അതിന് തയ്യാറുമാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്നലെ പറഞ്ഞ ഈ പോസിറ്റീവായിട്ടുള്ള വിമർശനവും വരുന്നുണ്ട്. ഇന്നലെ വന്നതിനകത്തൊരു കാര്യം മോബിജാനെ കുറിച്ച് പറഞ്ഞെന്തോ അറിയാമോ? ഉള്ള മനസ്സിൽ ഒത്തിരി ആശയങ്ങളുണ്ട്, അത് എക്സ്പ്രസ് ചെയ്യാൻ എന്ത് ചെയ്യുന്നില്ല, പാസ്റ്റർ സമ്മതിച്ചില്ല. പാസ്റ്റർ ഈ എന്തോ ബഹുമാനം തന്നില്ല, അതാ ജനാധിപത്യ മര്യാദ. അഗ്നിപർവ്വതം പുകയുന്നത് പോലെ താങ്കളുടെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ ആശയങ്ങൾ പുകയുവാണെന്നാ ഒരാൾ പറഞ്ഞത്, കേൾക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഇന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്ക് സംസാരിക്കാം, ഞാൻ മാത്രമായിട്ട് സംസാരിക്കത്തില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ശ്രോതാക്കൾ വിചാരിക്കണം നമ്മൾ നേരത്തെ എല്ലാം പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് കയറി വരുന്നതാണെന്നാണ്. യഥാർത്ഥത്തിൽ നിങ്ങളോട് സംസാരിക്കേണ്ട 1-2 ചിന്തകൾ മനസ്സിൽ ഞാൻ തയ്യാറാക്കി അത് മറക്കാതിരിക്കാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടായിരിക്കും ഞാൻ കയറുന്നത്. എൻ്റെ കൂടെ വരുന്നവർ ഞാൻ ബലം കൊടുത്ത് ചുമ്മാ കയറിയാൽ മതി, ബാക്കി നമുക്ക് നോക്കാമെന്നും പറഞ്ഞ് അവരെ കയറ്റുന്ന. അതുകൊണ്ട് അവർ ഈ എന്തോ പറഞ്ഞേ, ഞങ്ങളെപ്പോലെ തൊണ്ടത്തൊഴിലാളികളല്ലല്ലോ, എന്നാലും എന്തെങ്കിലുമൊക്കെ പറയാൻ. അതുകൊണ്ട് അവരവരുടേതായ രീതിയിൽ ഇൻപുട്ട് ഇടുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അവരെ ഞാൻ പിടിച്ച് കയറ്റിയിട്ട് ഞാനായിട്ട് കൊണ്ട് കുഴി ചാടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ബുദ്ധിപൂർവ്വം സമയം എടുക്കുന്നതാണ്. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാൻ കഴിയുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് രണ്ടുപേർക്കും സംസാരിക്കാനുള്ള അവസരമുണ്ടല്ല, ഞാൻ തയ്യാറാകാത്തതുകൊണ്ടല്ല. സ്തോത്രം. അപ്പം മിസ്കമ്മ്യൂണിക്കേഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. മിസ്കമ്മ്യൂണിക്കേഷൻ എന്താ മിസ്കമ്മ്യൂണിക്കേഷൻ എന്ന് മനസ്സിലാക്കുമ്പോൾ സൈക്കോളജിസ്റ്റ് പറ. മക്കളത് സൈക്കോളജി മാസ്റ്റേഴ്സ് അല്ലേ? MSc കൗൺസിലിംഗ് ആണ്. കൊള്ളാം. എന്തോ മിസ്കമ്മ്യൂണിക്കേഷൻ എന്താ വാക്കുകൾ ഇതിനകത്ത് മനസ്സിലാകുന്നത്? മലയാളം വേണമെന്നൊന്നുമില്ല, ഇംഗ്ലീഷ് പറഞ്ഞാലും ഓക്കെയാണ്. പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഉദ്ദേശിച്ച കാര്യം
നമ്മുടെ മനസ്സിലേക്ക് ഞാൻ ഉദ്ദേശിച്ചൊരു കാര്യം പറയുന്നു, ഉം. അത് മറ്റൊരു വ്യക്തി അത് ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ല അവർക്കത് മനസ്സിലാകുന്നതെന്നാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നൊരു ചിന്ത. ഞാൻ ഉദ്ദേശിച്ച കാര്യം അത് ഡെലിവറി ചെയ്യുമ്പോൾ ഞാൻ ഉദ്ദേശിക്കാത്ത രീതിയിൽ അവരത് മനസ്സിലാക്കുന്നു എന്നാണ് എൻ്റെ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ എന്നുള്ള എൻ്റെ ഒരു കോൺസെപ്റ്റ്. ഓക്കെ, അച്ഛൻ്റെ അഭിപ്രായം മിസ്കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ? മാക്സ് പറഞ്ഞ തന്നെയാണ്. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മൾ പറയുന്ന രീതി കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ്, അതായത് ആ സെൻറ്റൻസ് ഫോം ചെയ്യുന്നതുകൊണ്ടോ ഉണ്ടാകുന്ന ഒരു പോരായ്മ കൊണ്ട് കേൾക്കുന്ന ശ്രോതാവ് അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുന്നില്ല. അതായത് ഞാൻ എന്തുദ്ദേശിക്കുന്നോ ആ ഒരു മീനിങ്ങിൽ പാസ്റ്റ് അത് ഉൾക്കൊള്ളുന്നില്ല. എൻ്റെ ഒരു ചോദ്യം, പറയുന്നവൻ്റെ കുറ്റമാണോ കേൾക്കുന്നവൻ്റെ കുറ്റമാണോ? രണ്ടുപേരുടെയും കുഴപ്പം. മാക്സ് പറഞ്ഞതിൻ്റെ അകത്ത് പറയുന്നവൻ്റെ കുറ്റമല്ല. ഞാൻ സിൻസിയറായിട്ട് പറയുന്നു, പക്ഷെ അവരത് തെറ്റിദ്ധരിക്കുന്നു. അതല്ലേ ഉദ്ദേശിച്ചേ? രണ്ട് ഫോമുണ്ട്, അതുകൊണ്ട് മറ്റേ ഭാഗവും കാണും. എന്നുവെച്ചാൽ ഞാൻ എൻ്റെ വാക്കിനും വന്ന കുറവും കാണും. ഒരു കാര്യം പറയുന്നതിൻ്റെ അകത്ത് ഒത്തിരി അർത്ഥമുണ്ട്. ഞാൻ ഒരു കഥ ഒരിക്കലും ചെറുപ്പത്തിൽ കേട്ടത് എൻ്റെ മനസ്സിൽ ഓർമ്മ വരും. ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ശരിയാണെന്ന് അറിയത്തില്ല, രാജഭരണ കാലത്തുള്ള ഈ ഭവിഷ്യം പറയുന്ന ഒരാൾ, പുള്ളി ഒരു രാജാവിനടുക്ക് പോയിട്ട് പറഞ്ഞു, നിൻ്റെ കൺമുമ്പിൽ നിൻ്റെ ഭാര്യയും നിൻ്റെ മക്കളും നിൻ്റെ ചേട്ടന്മാരും നിൻ്റെ അനിയന്മാരും എല്ലാം മരിക്കുമെന്ന് പറഞ്ഞു. രാജാക്കന്മാർ വിടൂ, അതുകൊണ്ടല്ലേ അവരെ രാജാക്കന്മാരെന്ന് വിളിക്കുന്നത്. ആരെവിടെ തട്ടിയേക്കാൻ പറഞ്ഞു. ആ പുള്ളി എന്ത് ചെയ്തു? തട്ടി. അത് കഴിഞ്ഞ് സത്യം അറിയാൻ വേണ്ടി വേറൊരാളെ കൊണ്ട്, പുള്ളിക്കും സെയിം അല്ലേ പറയാൻ പറ്റുന്നേ, സത്യം അതാണേ അതല്ലേ പറയാൻ പറ്റൂ, പ്രവാചകന് മാറ്റി പറയാൻ പറ്റത്തില്ലല്ലോ. പുള്ളി പോയിട്ട് പറഞ്ഞു, അല്ലയോ രാജാവേ, അങ്ങ് ഭാഗ്യവാൻ, അങ്ങയുടെ അപ്പനേക്കാളും അമ്മയെക്കാളും മക്കളെക്കാളും അങ്ങയുടെ ചേട്ടനേക്കാളും അങ്ങയുടെ അനിയനേക്കാളും ആയുസ് കൂടുതൽ അങ്ങയ്ക്കാന്ന് പറഞ്ഞു. ആരെവിടെ പട്ടും വളയും കൊണ്ടിരട്ടെ. മറ്റൊരു പുട്ടും കടലയും പോലും കിട്ടിയില്ല, ഈ പുള്ളിക്ക് പട്ടും വളയും കിട്ടിയിട്ട് എന്നോർത്ത് നോക്കി. സി, രണ്ടുപേരും പറഞ്ഞ സാധനം എന്താ? കണ്ടന്റ് സെയിമാ, കണ്ടന്റ് സെയിമാ. പക്ഷേ ഒരുവൻ അവിടെ പ്രശംസിക്കപ്പെട്ടു, ഒരുവൻ അവിടെ കൊല്ലപ്പെട്ടു. ഇത് മിസ്കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഭാഗമാണ്. ഇനി ആ മിസ്കമ്മ്യൂണിക്കേഷൻ, എൻ്റെ കാഴ്ചപ്പാട് ഞാൻ പറയാം, ചിന്താഗതിയിൽ നിന്നാണ് മിസ്കമ്മ്യൂണിക്കേഷൻ വരുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചിന്താഗതിയും കൊണ്ട് എങ്ങനെയാ മിസ്കമ്മ്യൂണിക്കേഷൻ വരുന്നതെന്നൊരു ചിന്ത ഞാനൊന്ന് പറയാം. അത്യാവശ്യം പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയായിരുന്നു ഹന്ന, അല്ലേ? നല്ലൊരു സ്ത്രീ. എന്തെങ്കിലും ദോഷം പറയാനുണ്ടോ? ഇല്ല. പക്ഷെ അവർക്ക് തലമുറകളില്ലായിരുന്നു. അവർക്ക് നല്ലൊരു ഭർത്താവുണ്ട്. 1000 പുത്രന്മാരെക്കാൾ ഞാൻ നിനക്ക് നല്ലവനാണെന്ന് പറയുന്ന ഭർത്താവുണ്ട്. ഓരോരുത്തർക്ക് ഓരോ പ്രശ്നമാണ്. ചിലർക്ക് മക്കളുണ്ട്, നല്ല ഭർത്താക്കന്മാരില്ല. കാക്കന്മാർ എന്ന് പറഞ്ഞാൽ ശരിയല്ല, നല്ല ഭർത്താവില്ല. ഇപ്പോൾ ഒരു പക്ഷേ എൻ്റെ ശബ്ദം കേൾക്കാൻ ചിലർ ഓർക്കുവാടെ, ഇത് രണ്ടും നമുക്ക് കണക്കാണല്ലോ എന്ന് ആലോചിക്കുന്നവരുണ്ടോ എൻ്റെ കൂടെ ഒന്നും അറിയത്തില്ല. അവിടെ ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ കാണാൻ പറ്റുന്നുണ്ട്. ഭാര്യ ഞാൻ മക്കളില്ലാത്തവളാണല്ലോ എന്ന് പറയുമ്പോൾ ഭർത്താവ് പറഞ്ഞു, നീ എന്തിനാ കരയുന്നേ? ഞാൻ നിനക്ക് 1000 പുത്രന്മാരെക്കാൾ എന്താ ഉണ്ടോ? ചിലപ്പോൾ ഒരു വാക്കുകൊണ്ട് ഒരുവനെ പണിയാൻ പറ്റും, അല്ലേ? തകർന്നിരിക്കും. രണ്ടർത്ഥമുണ്ട് ഈ പണിക്ക്. ഒരു വാക്ക് കൊണ്ടൊരുത്തനെ പണിയാനും പറ്റും എന്നുള്ളൊരു ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ JV ടോക്സിൻ്റെ അകത്ത് ആണെന്ന് തോന്നുന്നു പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒത്തിരി പേരത് എടുത്തു. നമ്മുടെ ഫേസ്ബുക്കിൽ അതിനൊരു ക്യാപ്ഷൻ കൊടുത്തൊരു ഷോർട്ടായിട്ടൊരു 2-3 മിനിറ്റ് വീഡിയോ ഇട്ടതാണ്. 10-15,000 പേര് ഫേസ്ബുക്കിൽ കണ്ടു. പക്ഷേ അതിൻ്റെ കൂടെ യൂട്യൂബ് ലിങ്ക് ഇതാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ആരും കയറി വന്ന് കാണുന്നുമില്ല. അപ്പോൾ അവർക്ക് ഷോർട്ട് മതിയെന്ന് തോന്നുന്നു. അത് ഞാനിങ്ങനെ പറഞ്ഞേ, നിനക്കിട്ട് പണിയുന്നവനെ കയ്യും കെട്ടി നോക്കി അവൻ്റെ മുഖത്ത് നോക്കി ചിരിക്കണമെന്ന്. നിനക്കിട്ട് പണിയുന്നവനെ അവൻ്റെ മുഖത്തോട്ട് നോക്കി കയ്യും കെട്ടിയിരുന്ന് ഇരിക്കണമെന്ന് പറഞ്ഞു. അത് അവന് കൊടുക്കാൻ പറ്റും ഏറ്റവും വലിയ പണി. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പണിയുന്നതിന് ഇങ്ങനെ അർത്ഥമുണ്ട്, പണിക്ക് ഇങ്ങനൊരു. പക്ഷേ എൽക്കാന ചെയ്തത് അവൻ പറഞ്ഞു,
നിനക്ക് 1000 പുത്രന്മാരെക്കാൾ ഞാൻ നിനക്ക് എത്ര വലുത്. അവിടെ ഞാനൊരു ചിന്ത എൻ്റെ ശബ്ദം കേൾക്കുന്നവരോട് പറയാം. ഒരു ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ വേദനിക്കാൻ പലതും ഉണ്ടെങ്കിലും ഒരു ഭാഗത്ത് അതിനെ മേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന, അതിനെ കവറപ്പ് ചെയ്യാൻ പറ്റുന്ന ചില ദൈവിക കരുതലുകൾ നിൻ്റെ വീട്ടിൽ തന്നെ സ്വർഗം നിനക്ക് ഒരുക്കിയിട്ടുണ്ട്. അതൊന്ന് കാണാൻ നിനക്ക് പറ്റിയാൽ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരോട് പറയുന്നു, ഇല്ലായ്മകളെ ഒത്തിരി നോക്കി നീ വാക്കുകൾ കൊണ്ട് നിന്നെ മുറിവേൽപ്പിക്കാതെ, നിനക്ക് മറ്റാർക്കും ലഭ്യമാകാതെ ദൈവം നിനക്ക് തന്നിരിക്കുന്ന ചിലതിനെ കണ്ടെത്താൻ നിനക്ക് കഴിഞ്ഞാൽ അവിടെ നിനക്ക് സന്തോഷിക്കാൻ പറ്റും. ഓക്കെ, അപ്പം പക്ഷേ ഈ വാക്കുകൾക്കൊന്നും എന്നെ അത്രത്തോളം വേണ്ട പോലെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റിയില്ല. ഏൽക്കാൻ ശ്രമിച്ചു, പക്ഷെ എന്ത് ചെയ്തില്ല, പറ്റിയില്ല. ഈ വേറെ കാര്യമുണ്ട്. പാനവച്ചൻ അദ്ദേഹം ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഈ വിശക്കുന്നവൻ്റെ അടുക്ക പോയിട്ട് വിശപ്പിൻ്റെ ഗ്രീക്ക് ഇന്നതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവന് വേണ്ട എന്തുവാ? ഭക്ഷണം. ഏൽക്കാൻ ഈ ഹന്നയുടെ വിഷയം നല്ലൊരു വാക്കല്ലായിരുന്നു. ഹന്നയുടെ വിഷയം എന്തുമായിരുന്നു? അപ്പോൾ അവൾ ആ പരാതി കൊണ്ട് ദൈവസന്നിധിയിലേക്ക് വന്നു, ആലയത്തിലേക്ക്. ആലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെൻട്രൽ പാസ്റ്റർ ഇറങ്ങി വരിക. എന്തുവാ പേര് സെൻട്രൽ പാസ്റ്ററുടെ? ഏലി ഇങ്ങനെ വന്നപ്പം, എടാ ഏലി നോക്കിയപ്പം ചർച്ചിൽ ആരും സ്വത്രം പറയാനില്ല. ആ ചർച്ചിൽ സ്വത്രം പറയുന്ന ഒരെണ്ണം പോലും. അയ്യോ, അങ്ങനത്തെ ചർച്ചകളുണ്ട്. ഈ ചിലരുടെ ചിന്ത, അറിയാതെ ഞാൻ 4 സ്തോത്രം പറഞ്ഞാൽ യേശു അഹങ്കരിച്ചു പോകുമെന്ന് പേടിച്ചിരിക്കുന്ന പോലൊക്കെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചിലത് കടിച്ചു പിടിച്ചിരിക്കും. ഞാൻ അറിയാതെ കൈ അടിച്ചു പോയാൽ ഇപ്പം അങ്ങനെ സൂഹിക്കണ്ട എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഈ ആരും സ്തോത്രം പറയാതിരുന്നപ്പം ഒരു സ്ത്രീ ഇരുന്നിങ്ങനെ സത്യം പറഞ്ഞ ഏലി ആദ്യം ഓർത്തെന്ന് അറിയാമോ? ചെറിയ പൈൻ്റ് അടിച്ചിട്ടായി പുള്ളിക്കാരി അടിക്കുന്നത്. ഇങ്ങനെ തോന്നിയേ? മിസ്കമ്മ്യൂണിക്കേഷൻ അല്ല ആദ്യം വന്നേ, ചിന്താഗതി മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് ആദ്യം വന്നേ. ഞാനും സൈക്കോളജി പഠിക്കുന്ന ആളാണ്, PhD ചെയ്യുന്ന കൗൺസിലിംഗ് സൈക്കോളജിയിലാണ്. അവിടുത്തെ കോൺസെപ്റ്റുകളെല്ലാം മിസ്കമ്മ്യൂണിക്കേഷൻ, മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് ലീഡ് ചെയ്യുന്ന. മാക്സ് ആദ്യം ഇത് പറഞ്ഞായിരുന്നു, മിസ്കമ്മ്യൂണിക്കേഷൻ വിൽ ലീഡ്സ് ടു മിസ്അണ്ടർസ്റ്റാൻഡിങ്. പക്ഷേ ഏലിക്ക് ആദ്യം മിസ്അണ്ടർസ്റ്റാൻഡിങ്ങാണ് വന്നേ, വിത്തൗട്ട് ഈവൻ സ്റ്റാർട്ടിങ് എ ഡയലോഗ്. കോൺവെർസേഷൻ ഓപ്പൺ ആയില്ല. അതിനു മുമ്പേ ഞാൻ അതിനെ അങ്ങനെ പറയാം, അസംഷൻസ് ആണ് മിസ്കമ്മ്യൂണിക്കേഷനിലേക്ക് നമ്മൾ, അല്ലേ? അതെ. എനിക്കിപ്പം മോബിച്ചാനെ നോക്കിയിട്ട് കുറേ അസംഷൻ എടുക്കാം. പുള്ളി ചൂടന, പുള്ളി കഴിഞ്ഞ പറഞ്ഞെന്ന് പറഞ്ഞില്ലേ, വോൾക്കാനെ പോലെ തിളയ്ക്കുക ഒരാൾ പറഞ്ഞത്. ഈ പാമ്പ് പിടിച്ചാൽ വോൾക്കാനെ പോയിട്ടൊന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞത്, ഡയലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ പുള്ളി ഒരു സത്യം പറഞ്ഞാൽ ഇങ്ങനൊരവസ്ഥ കൂടെ പോയിട്ടുണ്ടോ? നമ്മളെ ആൾക്കാർ നേരത്തെ അങ്ങ് വിലയിരുത്തുന്നേ, ജഡ്ജ് ചെയ്യുക നേരത്തെ. അങ്ങനത്തെ പ്രയാസം അനുഭവിച്ചിട്ടുണ്ടോ? അധികം ഇല്ല. മാത്സ് പറ, മാത്സ്. എനിക്ക് മാത്സ് പറഞ്ഞു പറഞ്ഞിട്ട് പല കാര്യങ്ങൾ പറയാൻ വരും. എനിക്കൊന്ന് നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ വാക്കുകൾ കൂടെ മാത്രമല്ല ആൾക്കാർ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. നമ്മുടെ ബിഹേവിയർ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി, നമ്മുടെ നിപ്പ്, ഡ്രസ്, പ്രായം, അത് വലിയൊരു കാര്യമാണ്. പ്രായം നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ചർച്ചകൾക്കകത്തൊക്കെ ശുശ്രൂഷകളൊക്കെ വലിയൊരു കാര്യമാണ്. അപ്പം ഞാൻ കൊച്ചിലേക്ക് നമ്മൾ ഈ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ നമ്മളെല്ലാവരും ഈ ഷൂ പുറത്തു, ചെറിയൊരു എക്സാമ്പിളാണ്. നമ്മൾ ഈ ഷൂ ഊരി ഇടുമല്ലോ. സൗണ്ട് കേൾക്കാമോ? പറഞ്ഞേ, കേൾക്കാൻ തോന്നുന്നു. ഉറക്കെ പറഞ്ഞു. അപ്പം ഞാൻ നമ്മൾ ഈ ഷൂ ഒക്കെ ഇങ്ങനെ ഊരി ഇടുമ്പോൾ നമ്മൾ ഈ പ്രാർത്ഥനയ്ക്ക് പപ്പ എന്നോട് കൊച്ചിലായി പറയുന്നത്, ഷൂ രണ്ടും വൃത്തികേടണമെന്ന് പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആൾക്കാർ വരുമ്പോൾ ഓർക്കുന്നത് ഏതെങ്കിലും ഷൂ ചുമ്മാ പിള്ളേർ സെറ്റിൻ്റെ വലിച്ചെറിഞ്ഞിട്ടിട്ട് അതൊരു അതൊരു അനാലിസിസ് ചെയ്യുക. ഈ ഷൂ മാറി കിടന്നാ ചെറുപ്പക്കാരാ ചിന്തിച്ചു, നന്നായി കിടക്കുന്നതാണെങ്കിൽ നമ്മളെ കണ്ടില്ല, കണ്ടിട്ടുമില്ല. നമ്മളെ ഷൂവിനെ കണ്ടപ്പോഴേ ഒരു അസംഷൻ അല്ലെങ്കിൽ ഒരു അനാലിസിസ് നമ്മളെ തന്നെ ചെയ്യുക. വൃത്തിയായിട്ട് ഷൂ കിടക്കുന്നവൻ മാന്യനാ അല്ല എന്നൊരു, പക്ഷെ അതൊരു ഒരു ഇൻസൈറ്റ് ആയിരുന്നു. എനിക്ക് എല്ലാ കാര്യം പ്രോപ്പറായിട്ട് ചെയ്യണമെന്നൊരു ഇൻസ്ട്രക്ഷൻ, ഒരു മനസ്സിലായി. പക്ഷെ അതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് ചിലപ്പം
നമ്മുടെ വാക്ക് മാത്രമല്ല, ഈവൻ നമ്മുടെ ചെറിയ ബിഹേവിയർ, നമ്മുടെ ചെറിയ ആക്ഷൻസും അതിലേക്ക് ലീഡ് ചെയ്യും. അപ്പോൾ നമ്മളെ സത്യം ഞാനിപ്പം മാക്സ് പറഞ്ഞ ഒരു കാര്യം, എൻ്റെ മിനിസ്ട്രി ലൈഫ് എനിക്ക് ഏറ്റവും പ്രയാസം വന്നത്, ഞാൻ പലപ്പോഴും ഓർത്തുണ്ട്, കർത്താവ് എൻ്റെ ഒരു 5-8 മുടി നരച്ചായിരുന്നു നല്ലതായിരുന്നു. അത്യാവശ്യം വണ്ണവും വയറും ഒക്കെ ഉള്ളതുകൊണ്ട് അത് മേക്കപ്പ് ചെയ്യാൻ പറ്റും, ചില മുടിയും കൂടെ നനച്ചാൽ. പക്ഷേ ഈ മുടി നരയ്ക്കാത്തതിൻ്റെ എന്തെല്ലാം പ്രശ്നം ഞാൻ അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ചെറുപ്പമാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഒത്തിരി. പക്ഷെ ഇടപെട്ട് കഴിയുമ്പോൾ ആൾക്കാർ പറയാം, ചെറുപ്പക്കാരുടെ പ്രശ്നം അവനില്ല. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഒറ്റ വാക്കുകൊണ്ട് ആൾക്കാരെ വിലയിരുത്താമെന്നറിയോ? അപ്പോൾ ഏലി അങ്ങ് വിതയിരുത്തി ഒരല്പം വീഞ്ഞ് കുടിച്ചിട്ടായി ഇരിക്കുന്നത് അല്ലേ? ഉടനെ പറഞ്ഞു, ഇല്ല വീഞ്ഞ് ഇറങ്ങട്ടെ. ശ്രദ്ധിക്ക്. അപ്പം മിസ്അണ്ടർസ്റ്റാൻഡിങ് അകത്ത് വന്നു. അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇതാ, ഈ മിസ്കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ തെറ്റായ ധാരണകളിൽ നിന്ന്. മിസ്കമ്മ്യൂണിക്കേഷൻ്റെ അടുത്തൊരു തലം വേണ്ടതുപോലെ സംസാരിക്കപ്പെടാത്തതാണ് മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള നമ്മൾ ആദ്യം പറഞ്ഞു. എന്തുകൊണ്ടാണ് വേണ്ട പോലെ സംസാരിക്കാത്തതെന്ന് ആലോചിച്ചു. ഇപ്പം നമ്മുടെ പിള്ളേർ അപ്പനോട് എന്താ ഒരു കാര്യം പറയാത്തെ? ഇനി ഞാൻ വേറെ കാര്യം പറയാം. ഞാൻ ചെറുപ്പക്കാരുടെ പ്രവർത്തിക്കുന്ന ഈ പല പിള്ളേർക്കും, ഞാനിത് പറയുമ്പോൾ ആൾക്കാർ അതിനെ എങ്ങനെ അംഗീകരിക്കുമെന്ന് എനിക്കറിയത്തില്ല, പല കുഞ്ഞുങ്ങൾക്കും അവരുടേതായ പ്രായത്തിൻ്റെതായ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അഫെയറൊക്കെ ഇന്നത്തെ കാലത്ത് പിള്ളേരുടെ ഇടയിൽ മിക്കവാറും ഒക്കെ ഉണ്ട്. ഈ നമ്മളും രണ്ടുപേരും അപ്പന്മാരാണല്ലോ, അല്ലെങ്കിൽ അപ്പനാകും, വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി, സമയമായി വരുന്നേ ഉള്ളൂ. പിള്ളേരെ അപ്പന്മാരോട് പറയാൻ കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. പക്ഷെ അമ്മമാർക്ക് എന്ത് ചെയ്യാം? ഇതറിയാം. നമ്മുടെ വിശ്വാസം അമ്മമാരെല്ലാ കാര്യവും നമ്മോട് പറയുന്നുണ്ടെന്ന അല്ലേ? പക്ഷെ അപ്പന്മാർക്ക് അറിയാത്ത വളരെ രഹസ്യങ്ങളും ആർക്കറിയാം? എന്തുകൊണ്ടാണ് ആ പിള്ളേർ അമ്മമാരോട് പറയാൻ കാരണം? വീട്ടുകാരെ മറയ്ക്കുമല്ലോ. അപ്പനോട് പറയാത്തതിന് കാരണം എന്താ? അപ്പനെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്, അപ്പനെ കുറിച്ചൊരു ധാരണ നമുക്കുണ്ട്. ഇത് പറഞ്ഞ അപ്പം വെച്ച് വിളക്കും. പക്ഷെ അമ്മയോട് പറഞ്ഞ അമ്മയെ സോപ്പിടാം. ഇതല്ലേ ഇതല്ലേ കാര്യം? ഇത് അർത്ഥം സ്ഥലം നിൽക്കുന്നത്. മാതൃശാനെ വിളിക്കണം. ഇപ്പം ആൻറ്റി ജോലിക്ക് പോയെന്ന് തോന്നല്ലേ? ഓക്കെ, സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ഇനിയും ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഈ നമുക്ക് ഓരോ ദിവസവും ദൈവം വെച്ചാൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സിൻ്റെ മിസ്കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് അപ്പനും അമ്മയും തമ്മിലുള്ളത്, മക്കൾ തമ്മിലുള്ളതൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാം. കോമൺ ആയിട്ട് പറഞ്ഞാൽ ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ മിസ്കമ്മ്യൂണിക്കേഷൻ വരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ഈ കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞാൽ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് ഓൾറെഡി നമ്മളങ്ങ് അസ്യൂം ചെയ്യുക. ഞാനിത് പറഞ്ഞ അച്ഛൻ ചൂടാവും, അച്ഛൻ സമ്മതിക്കത്തില്ല. ഇതാണ് ചിന്ത. സോ മിസ്കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കുന്നത് എന്താന്നാ? ചിന്തകളിൽ നിന്നാണ്. നമ്മൾ ഇന്നത്തെ ഇതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ, നമ്മുടെ ചിന്താഗതികളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ, പ്രോപ്പർ വേയിൽ ചിന്തിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ, ഒരളവ് വരെ തെറ്റിദ്ധാരണകളെ നമുക്ക് എന്ത് ചെയ്യാം? ഹൃദയത്തിൽ വെച്ച് തന്നെ പിടിക്കാം. നല്ലതുപോലെ ഒരു ധാരണയിലേക്ക് എത്താൻ നമുക്ക് പറ്റിയാൽ, ഞാൻ ഇന്നത്തെ തലമുറയുടെ ഒരു പ്രശ്നം കൂടെ ഞാൻ പറയാം. They were actually not bothered about what others think about them. ആണോ അല്ലയോ? ഞാൻ ഒരിക്കലൊരു UAE വളർന്ന ഒരു മോന് നാട്ടിൽ ചെന്നു അവധിക്ക്. അപ്പോൾ ആ വീട്ടിലെ മോനോട് വന്ന പോലെ നാട്ടുകാരൊക്കെ
കാണാൻ അറിയാമല്ലോ, തൊട്ടപ്പുറത്ത് ഇപ്പുറത്തെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ വന്നിട്ട് മോനെ എന്തുകൊണ്ട് വിശേഷം, രാവിലെ എന്തോ കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് എന്തോ, കൂട്ടാൻ എന്തുമായിരുന്നു, കൊള്ളായിരുന്നോ, ടേസ്റ്റ് ഉണ്ടായിരുന്നോ, മോൻ സ്കൂളിൽ പഠിക്കുന്നു, എന്തൊക്കെ പാട്ട് പഠിച്ചു. അവർ പോയപ്പോൾ ആ മോന് അവിടെയുള്ള അപ്പനോട് ചോദിച്ചത്, വൈ ദേ ആർ കൺസേൺ അബൌട്ട് മൈ ബ്രേക്ക്ഫാസ്റ്റ്. സത്യല്ലേ? ഇപ്പം നമ്മളെല്ലാം, നിങ്ങൾ മൈഗ്രൻസ്, ഞാൻ എക്സ്പാട്രിയേറ്റുമാണ്, നാട് വിട്ട് താമസിക്കുന്നവരാണ്. അപ്പം നാട്ടിൽ ചെന്ന പിള്ളേരുടെ ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ എന്ത് പാട്ട് പഠിക്കുന്നതിന് അമ്മച്ചിയുടെ വിഷയം എന്താ? ഇനി ഞാൻ പാട്ട് പഠിക്കുന്നത് എനിക്ക് വേണ്ടിയല്ലേ, ചൊല്ലിക്കപ്പിക്കാൻ വേണ്ടിയല്ലല്ലോ. അത് എന്ത് ചിന്തിക്കും എന്നുള്ളത് അവർക്ക് എന്തല്ല ഒരു ബോധമാണ്. മറ്റേ നമ്മുടെ കാലത്ത് എന്ന് പറഞ്ഞാൽ മാത്സിനെ കൂട്ടാൻ പറ്റത്തില്ല. നമ്മുടെ കാലത്തും അത് അവരും തീരുമാനിക്കുന്നത് അതായിരുന്നു, നമ്മൾ എന്ത് ചെയ്യണമെന്ന് ആട്ടാരെന്താ പറയും, ഇതല്ലായിരുന്നു. അപ്പം മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്നൊരു കൺസേണെങ്കിലും നമുക്കുണ്ടായിരുന്നു. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത് കൺസേൺ ഇല്ല. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത് കൺസേൺ ഇല്ല. സോ അവരെന്ത് ചെയ്യുന്നറിയാമോ, മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്നറിയാതെ ഓൺ ദ ഫേസ് പറഞ്ഞു കളയും. അതാണ് മിസ്കമ്മ്യൂണിക്കേഷൻ്റെ രണ്ടാം ഭാഗം. നമ്മൾ ചിന്തിക്കും. ഞാനിപ്പോൾ എൻ്റെ പപ്പ കൂടെ പറയുന്നൊരു പദമാണ്, നമ്മളൊരു കാര്യം പറയുന്നതിന് മുമ്പ് 2 വട്ടം ചിന്തിക്കണം. ഞാൻ മുമ്പേ മാത്സിനോട് പറഞ്ഞത്, ഒരു കാര്യം ഒരു വട്ടം പറയുന്നതിന് മുമ്പ് 2 വട്ടം ചിന്തിക്കണം. അതിനൊരർത്ഥമുണ്ട്. അത് പപ്പ പറഞ്ഞിങ്ങനെ, ഈ ഞാനിത് പറയുന്നത് കൊണ്ട് എനിക്കെന്തേലും ദോഷമുണ്ടോ എന്നൊന്നാ ചിന്തിക്കണം. എനിക്കെന്തേലും, ഇനി ഞാനിത് പറയുന്നത് കൊണ്ട് കേൾക്കുന്നവൻ എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് രണ്ടാമത് ചിന്തിക്കണം. ഇത് രണ്ടിൽ എന്തുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പറയല്ല. ഇന്ന് അങ്ങനെ ചിന്തിക്കുന്ന ആരിലുണ്ട്? ഇനി നമ്മുടെ കൂട്ടത്തിൽ പലർക്കും ദോഷം വന്നാലും ഞാൻ പറയുന്നുള്ള കാഴ്ചപ്പാടാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, സത്യമായ കാര്യങ്ങളെല്ലാം എപ്പോഴും പറയാനുള്ളതാണോ? അതൊന്ന് ആലോചിക്കേണ്ട വിഷയമല്ലേ. അപ്പം ഞാൻ ശുശ്രൂഷയെ ബന്ധപ്പെട്ട് നോക്കാം. മാക്സിൻ്റെ ഭാര്യയും കൂടെ പ്രാർത്ഥിക്കാൻ എൻ്റെ മുമ്പ് ഇരിക്കുക. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മാക്സിന് ഒരു അവിഹിത ബന്ധമുള്ളതായിട്ട് കർത്താവ് എന്നെ കാണിച്ചെന്നിരിക്കട്ടെ. എന്തിനു വേണ്ടിയാണ് കാണിക്കുന്നത്? മാക്സിനെ തിരുത്താൻ വേണ്ടിയാണത്. പേരും നാളും സഹിതം കാണിച്ചു എന്നിരിക്കട്ടെ. മോനെ ഒരു പേര് ചുമ്മാ എടുക്കുക, കോട്ടയംകാരി ജീന. പറയുന്ന കേട്ടോ, ഞങ്ങളുടെ ഈ വീഡിയോ കോട്ടയംകാരി ജീനി കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ഇതിന് യാതൊരു ബന്ധവും ഇല്ല, തികച്ച യാദൃച്ഛികം മാത്രമാണ്. ഓക്കെ. അപ്പം ഭാര്യയും മാക്സിൽ കൊണ്ടിരിക്കുക. മാക്സെ, പരിശുദ്ധാത്മാവ് എന്നെ ജീന എന്നൊരു പേര് കാണിക്കുന്നു, കോട്ടയംകാരി. ചിലപ്പം പുള്ളിക്കാരുടെ കൂട്ടുകാരിയായിരിക്കും. നിങ്ങൾ തമ്മിൽ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ലഡു പൊട്ടുമൊന്നും വേണ്ട, ഒരു അഭിഹിത ബന്ധത്തിലുള്ളതായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, കാണുന്നു. മാക്സ് കുറേ കൃത്യമല്ലേ പറയുന്നേ. മാക്സ് ദൈവസന്നിധിയെ സമർപ്പിച്ചു, പക്ഷെ പറ്റിപ്പോയി. ഏറ്റു പറഞ്ഞു, ക്ഷമിച്ചു, പ്രാർത്ഥിച്ചു. പുള്ളിക്കാരി വിടൂ. പറഞ്ഞതെന്താ? ഉള്ള കാര്യമാണ് പറഞ്ഞത്, ഉള്ള കാര്യമാണ്. പക്ഷേ അത് ദൈവസന്നിധി ഏറ്റു പറഞ്ഞ് മാക്സ് എന്ത് ചെയ്യുകയും ചെയ്തു, ക്രമീകരിക്കുകയും ചെയ്തു. സോ ദൂത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം നടന്നു. പുള്ളിക്കാരി വിടുവോ? ഇനി അഥവാ അന്നേരം വിട്ടെന്നിരിക്കട്ടെ, നാളെ നീ പോകുന്ന റൂട്ടിലും കാണാൻ ജീന ഉണ്ടെങ്കിൽ, ബസ്സെങ്കിലും ആ, പിന്നെ നിന്റെ മൊബൈലിനകത്ത് ജി എന്നൊരു അക്ഷരം പോലും പാടില്ല. പിന്നെ ജിനുവിനെ പൊക്കും അല്ലേ? ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? അപ്പം സത്യം എല്ലാം പറയാനുള്ളതല്ല. കോണ്ടെക്സ്റ്റ് വേറെയാണ്. പക്ഷെ ഒരു വാക്യം, പ്രവാചകൻ്റെ ആത്മാവ് പ്രവാചകന് കീഴ്പ്പെട്ടിരിക്കുന്നത്. സോ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടിടത്ത് പറയേണ്ടതുപോലെ പറഞ്ഞാൽ മിസ്കമ്മ്യൂണിക്കേഷൻ മാറും. പാസ്റ്റർ പറഞ്ഞത് അത് ആ തെറ്റ് ക്രമീകരിക്കപ്പെടേണ്ടതിന് മാക്സിനോട് പേഴ്സണലായിട്ട് പറഞ്ഞത് ക്ലിയർ ചെയ്യണം.
മാക്സിമോണിങ് ഒരു വിഷയമുണ്ട്. ഇനി ഞാൻ അടുത്തൊരു കാര്യം കൂടെ സഭയുമായി ബന്ധപ്പെട്ട് ചോദിച്ചു. സഭയോട് ബന്ധപ്പെട്ട് അച്ഛൻ ചോദിച്ചിരുന്നല്ലേ, സഭയുമായി ബന്ധപ്പെട്ട് ഒരു സഭയിൽ ഇപ്പം ഈ കഴിഞ്ഞിടയ്ക്ക് കർത്താവ് നിദ്ര പ്രാപിച്ച ഞാൻ ഒത്തിരി സ്നേഹിക്കാൻ ബഹുമാനിച്ചിരുന്ന അന്ന കണ്ടത്തില്ല. ഒരിക്കൽ ഞാൻ ആൻറ്റി ഇൻ്റർവ്യൂ എടുക്കുക. ഈ ഇൻ്റർവ്യൂ എടുക്കുന്ന ഉടനെ ആൻറ്റി ഒരിക്കൽ എന്നോട് പറഞ്ഞു, ലാഡ്സൺ ഞാൻ ഒരു കാര്യം പറയാം, നിനക്കിഷ്ടമില്ലാത്ത പലരെയും യേശുവിന് ഇഷ്ടമുണ്ട്, നിനക്കിഷ്ടമല്ലാത്ത പലരെയും യേശുവിന് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചർച്ചിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് മോയമ്പേറാന്നിരിക്കട്ടെ, ഒരു പ്രവാചകൻ വന്നിട്ട് മോയമ്പനോട് പറയുക, മകനെ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, പിന്നെ ആ പാഷക്കാണ് മീറ്റിംഗ് ആണ്. ഞാൻ അർത്ഥം മനസ്സിലായോ? പക്ഷെ കർത്താവിനോട് പറയല്ലോ, പറയാം. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ? മനസ്സിലായി. ഇതാണ് വിഷയം. അപ്പം ദോഷമല്ലാത്ത നല്ല കാര്യം പറഞ്ഞാലും പണി കിട്ടും. അതുകൊണ്ട് കൂടുതലും പ്രവാചകന്മാർ ചെയ്യുന്നൊരു ഐഡിയ ഞാൻ പറയട്ടെ, അവസാനം ഒരു പാട്ട് പാടി ആരാധിക്കാൻ പറയും, ആ സമയത്ത് ഇറങ്ങി ഒന്ന് ചെവി തൂത് പറയും. ഈ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു. പണ്ട് അപ്പച്ചമാർ കണ്ടില്ലേ, അതെ. ലാസ്റ്റ് എഴുന്നേറ്റ് എടുത്തിട്ട് ഒരു പാട്ട് പാടാൻ പറയും, എല്ലാവരും ആരാധിക്കുന്ന അടുത്ത് എന്നിട്ട് എന്ത് ചെയ്യും? പറയാം. കാരണം മോശമായാലും നല്ലതായാലും അവര് ക്രമീകരിക്കട്ടെ. പറയേണ്ടിടത്ത് പറയേണ്ട പോലെ പറഞ്ഞാൽ, ബൈബിളിൽ ഒരു വാക്യം കൂടെ കോട്ട് ചെയ്ത് നിർത്താം. പറയേണ്ട വാക്കുകളെ കുറിച്ച് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ, കേട്ടിട്ടുണ്ടോ? വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ എന്ന് പറഞ്ഞാൽ, പറയേണ്ടിടത്ത് പറഞ്ഞാൽ, മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കി തന്നെ പറഞ്ഞാൽ നമുക്ക് മിസ്കമ്മ്യൂണിക്കേഷനുകൾ എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ പറ്റും. ചാടിക്കേറിയൊരു കാര്യം പറയാതെ മനസ്സിലാക്കേണ്ടതിനെ മനസ്സിലാക്കി അവൻ്റെ കാഴ്ചപ്പാടുകളൊന്നും തിരിച്ചറിഞ്ഞ് ഒരല്പ സാവധാനത്തിൽ ഇന്നോട്ട് നമുക്ക് സംസാരിക്കാൻ തുടങ്ങിയാലോ? ഒന്ന് ശ്രമിച്ചു നോക്കാം. അതിന് കർത്താവ് നിങ്ങൾക്ക് ഇടയാക്കട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ വാക്കുകളാണ് നമുക്ക് അനുഗ്രഹം. നിങ്ങൾ ഇത് ശ്രദ്ധിക്കുമ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ നിമിത്തം പ്രശ്നമുണ്ടായ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് വിളിച്ച്, തെറ്റുപറ്റിപ്പോയി, നീ എനിക്ക് വലിയവനാണ്, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണെന്ന് പറയാൻ മടിക്കരുത്. അപ്പോൾ തന്നെ നിങ്ങളുടെ സ്നേഹിതരിലേക്ക് ഈ സന്ദേശം എത്തിക്കുക. മാറാനാഥ, ഗോഡ് ബ്ലെസ് യു. നാളെ നമുക്ക് വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായിട്ട് ഒരുമിച്ച് കൂടാം. നാളത്തെ ദിവസം ഇവർ രണ്ടുപേരും കാണത്തില്ല. ഞാൻ നാളെ അതിരാവിലെ അഡ്ലേഡിൽ നിന്ന് യാത്ര ചെയ്യും. ഓക്കെ, ഈ കഴിഞ്ഞ 2-3 ദിവസം ഒരുമിച്ചിരിക്കാൻ ഒത്തിരി സന്തോഷം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അല്ല, നാളത്തേക്ക് മുമ്പ് നമുക്ക് സമയം കിട്ടിയാൽ 1-2 എപ്പിസോഡും കൂടി ഈ വിഷയം ബന്ധപ്പെട്ട് നമുക്കൊന്ന് ഇന്ന് രാത്രിയിലോ വല്ലതും ഒന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റിയാൽ അതും ചെയ്യാം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.